ഹലോ പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 ഗ്രന്ഥങ്ങളിൽ പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാപ്രമേയം ഒറ്റ പ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് വായനാ സഹായി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. 26 ദിവസത്തെ വചന വായനാ പദ്ധതി നാം പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ 12 ബൈബിൾ കാലഘട്ടങ്ങളിലെ 2 ടൈം പീരീഡ് അവസാനിക്കുകയാണ്. പുരാതന ലോകവും പൂർവ്വപിതാക്കന്മാരും എന്ന ഈ 2 കാലഘട്ടങ്ങൾ അവസാനിക്കുമ്പോൾ ഇനി 27ാമത്തെ ദിവസം മുതൽ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഈ 3ാമത്തെ ടൈം പീരീഡിൻ്റെ പേര് ഈജിപ്തും പുറപ്പാടും എന്നാണ്. അടുത്ത 25 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പുറപ്പാട് പുസ്തകവും ലേവ്യരുടെ പുസ്തകവും ഒപ്പം കുറേ സങ്കീർത്തനങ്ങളും വായിക്കുന്നു. ഈ ഈജിപ്തും പുറപ്പാടും എന്ന 3ാമത്തെ ബൈബിൾ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിന് ഇന്ന് നമ്മൾ മറ്റ് 2 ടൈം പീരീഡുമായി ബന്ധപ്പെട്ട് ചെയ്തതുപോലെ തന്നെ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ BIY ഇന്ത്യ ടീമിലെ 2 സഹോദരങ്ങൾ ഇന്ന് എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഈശോയുടെ നാമത്തിൽ ഈ വചന വ്യാഖ്യാന പഠന ശുശ്രൂഷയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അച്ഛാ, ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വീണ്ടും ഒരു അവസരം നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ചർച്ചാ വിഷയങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ ഞങ്ങൾ ഒത്തിരി ആകാംക്ഷയോടെയാണ് അച്ഛാ ഇത്തവണ വരുന്നത്. അതെ അച്ഛാ, ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി എക്സൈറ്റഡ് ആണ്. കാരണം ഈ കാലഘട്ടത്തിൽ നാം വായിക്കാൻ പോകുന്ന പുറപ്പാട് പുസ്തകം നമ്മുടെ വിശ്വാസത്തെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ ഇതൊരു അവസരം കൂടിയാണല്ലോ. ഇതിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അച്ഛാ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നല്ല കർത്താവേ, കഴിഞ്ഞ 26 ദിവസങ്ങളിൽ ഞങ്ങളെ നയിച്ച അവിടുത്തെ അത്ഭുതകരമായ കരുണയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അവിടുത്തെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവെ, അനേക ആയിരങ്ങൾ വചനം വായിക്കുന്നതിന് അവിടുന്ന് ഈ ഒരു ശുശ്രൂഷയെ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ അവിടുന്ന് അത്ഭുതകരമായി നയിച്ച വഴികളെല്ലാം ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. ഈ 3ാമത്തെ ബൈബിൾ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ വായനകൾ നന്നായി വായിക്കാനും വിശ്വസ്തയോടെ എല്ലാ ദിവസവും വചനവായനയിൽ പങ്കെടുക്കാനും വചനം മനസ്സിലാക്കാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് ഈ ടൈം പീരീഡ് ചർച്ച ചെയ്യുന്ന കൂട്ടായ്മയിൽ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഞങ്ങൾ പ്രത്യേകം യാചിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അച്ഛാ, നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. യെസ് അച്ഛാ, നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഈ പുതിയ കാലഘട്ടത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? അതോടൊപ്പം എന്താണ് ഈജിപ്തും പുറപ്പാടും എന്നുള്ള കാലഘട്ടത്തിൽ നാം വായിക്കാൻ പോകുന്നത് എന്നുകൂടി ഒന്ന് വിശദീകരിച്ച് തരാമോ? യെസ് ഇപ്പോൾ നമ്മൾ 2 ബൈബിൾ കാലഘട്ടങ്ങളെ പരിചയപ്പെട്ടു. പുരാതന ലോകവും അതുപോലെ തന്നെ പൂർവ്വപിതാക്കന്മാരും. നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ബൈബിളിലെ ഒരു പുസ്തകമാണ് നമ്മൾ വായിച്ച് തീർത്തത്. അതായത് ഉൽപ്പത്തി പുസ്തകം നമ്മുടെ വായനയ്ക്ക് നമ്മൾ ഉപയോഗിച്ചു. ഉൽപ്പത്തി പുസ്തകം അവസാനിച്ചു. ഇനി അതിനുശേഷം ബൈബിളിലെ 2ാമത്തെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ 3ാമത്തെ ടൈം പീരീഡിലേക്ക് കടക്കുന്നത്. അപ്പോൾ ബൈബിളിലെ ആദ്യത്തെ ഒരു പുസ്തകം തന്നെ 2 കാലഘട്ടങ്ങളാണ് ചർച്ച ചെയ്തത്. ഇനി ഇതിൻ്റെ 3ാമത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈജിപ്തും പുറപ്പാടും. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുന്നതിനിടയിൽ ബൈബിളിൽ ഈ പുസ്തകങ്ങൾ അടുത്താണെങ്കിലും പക്ഷേ ഇതിൻ്റെ സമയഗണനയിൽ ഈ 2 പുസ്തകങ്ങൾ തമ്മിലുള്ള അകലം 400 വർഷമാണ്. അതായത് ഉൽപ്പത്തി പുസ്തകം അവസാനിച്ചെടുത്തു നിന്ന് പുറപ്പാട് പുസ്തകം തുടങ്ങുന്നിടത്തേക്കുള്ള ദൂരം 4 നൂറ്റാണ്ടാണ്. 4 centuries, 400 വർഷങ്ങൾ. അപ്പോൾ ഈ 400 വർഷങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആ വിടവ് നികത്തി വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെയാണ് ആരംഭിക്കുന്നത്. ഇസ്രായേല് ഈ കഴിഞ്ഞ 400 വർഷത്തിനിടയിൽ ഈജിപ്തിലെ ആദ്യ കാലഘട്ടത്തിലെ ഒരു നന്നായി ജീവിച്ച അവർ ജോസഫിൻ്റെ ഒരു ഭരണത്തിൽ, അല്ലെ ജോസഫിന് കൊട്ടാരത്തിനുണ്ടായിരുന്ന സ്വാധീനത്തിൽ നന്നായി ജീവിച്ച ഒരു കാലത്തിന് ശേഷം ഇപ്പോൾ ഈ ജനം അടിമത്തത്തിലാണ്. ജോസഫിനെ അറിയാത്തൊരു ഫറവോ വരുന്നു. ഇസ്രായേല് അടിമകളായി മാറുന്നു. അങ്ങനെ ഈ അടിമത്തത്തിൽ നിന്ന് അവരെ വിമോചിപ്പിക്കാനായി മോശ എന്ന ശക്തനായ പ്രവാചകനെ ദൈവം വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മോശയിലൂടെ ഈ ജനം
ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട് ദൈവം അവർക്കായി വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുന്നതാണ് പ്രധാനമായും ഈ കാലഘട്ടത്തിൻ്റെ പ്രമേയം. ഇതിനെ നമുക്ക് മനസ്സിലാക്കുന്നതിനായി ഈ 25 ദിവസങ്ങളിൽ വായിക്കുന്നതിനെ 4 ഭാഗങ്ങളായി തിരിക്കാം. ഒന്നാമത്തേത് മോശയെ ദൈവം വിളിക്കുന്നതും ആ വിളിക്കുന്നതിനുള്ള പശ്ചാത്തലവും. ഓക്കെ. രണ്ടാമത്തേത് മഹത്തായ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ദൈവം ഈജിപ്തിൽ നിന്ന് ജനത്തെ വിമോചിപ്പിക്കുന്നത്. ഇതിൻ്റെ 3-ാം ഭാഗം സീനായി മലയുടെ അടിവാരത്തിൽ വെച്ച് ജനവുമായി ദൈവം ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. ഈ വായനയുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം അല്പം വേദനാജനകമായ രംഗങ്ങളാണ്. ഇത്രമാത്രം തങ്ങളെ സ്നേഹിച്ച് കരുതി വിമോചിപ്പിച്ച് സീനായി മലയിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് അവരുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ദൈവത്തെ അവർ മറക്കുകയും കാളക്കുട്ടിയെ ആരാധിച്ച് അവർ വിശ്വാസത്യാഗത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്ന വേദനാജനകമായ അവസാനത്തെ രംഗം. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട രംഗങ്ങളിലൂടെയാണ് നമ്മുടെ ഈ 25 ദിവസത്തെ വായനകൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ പ്രധാനമായും ഈ 4 കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രമേയം. അച്ഛൻ 400 വർഷത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞല്ലോ, ഈ ഗ്യാപ്പിനെ കുറിച്ച്. അതെ. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിയുമ്പോഴുള്ള ഇസ്രായേൽ ജനതയുടെ സാഹചര്യമല്ല പുറപ്പാട് പുസ്തകം വായിച്ച് ആരംഭിക്കുമ്പോൾ, അല്ലേ? യെസ്. ഇവിടെ വായനക്കാർക്കൊരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചാൻസ് ഉണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ മനുഷ്യരക്ഷയുടെ ചരിത്രം കണ്ടിന്യൂറ്റിയോടുകൂടെ വായിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ടത്? നമ്മളെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു ത്രെഡ് അച്ഛൻ പറഞ്ഞു തരാമോ? അതായത് ഈ ഉൽപ്പത്തിയും പുറപ്പാടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ലിങ്ക്, ഉൽപ്പത്തിയും പുറപ്പാടും മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിനെ മുഴുവൻ കണക്ട് ചെയ്യുന്ന പല ത്രെഡുകൾ നമ്മൾ ഈ വായനയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ത്രെഡാണ് സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും, സാത്താൻ്റെ തല തകർക്കുമെന്ന ഉൽപ്പത്തി 3:15 വാഗ്ദാനം. അങ്ങനെ സ്ത്രീയിൽ നിന്ന് പിറക്കാൻ പോകുന്ന സാത്താൻ്റെ തല തകർത്ത് മനുഷ്യവംശത്തെ വിമോചിപ്പിക്കാനായി ദൈവം അയക്കാൻ പോകുന്ന ആ സ്ത്രീയുടെ സന്തതി, ആ സന്തതിയിലേക്കുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ മുഴുവൻ യാത്രയും. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രെഡ്. ഇത് കൂടാതെ ബൈബിളിനെ മൊത്തത്തിൽ നമുക്ക് ഒറ്റ ഒരു മാലയായി കോർത്തെടുക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ഉടമ്പടി എന്ന പ്രമേയം. നമ്മളത് നേരത്തെ പറഞ്ഞിരുന്നു. പ്രധാനപ്പെട്ട 6 ഉടമ്പടികളുടെ ചരിത്രമാണ് ബൈബിൾ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാലഘട്ടത്തിൽ കണ്ട ഒരു ദമ്പതികളുമായി, ഒരു കപ്പിളുമായിട്ട് ദൈവം ചെയ്ത, ആദവും ഹവ്വയുമായി ചെയ്ത ഉടമ്പടി, അതൊരു ഹോളി കപ്പിൾ, ഒരു വിശുദ്ധ ദാമ്പത്യം. ഇനി അത് കഴിഞ്ഞിട്ട് ദൈവം നോഹ എന്ന ഒരു കുടുംബനാഥനും 7 അംഗങ്ങളും അടങ്ങി 8 പേരടങ്ങിയ ഒരു ഹോളി ഫാമിലി, ഒരു വിശുദ്ധ കുടുംബവുമായി ദൈവം ചെയ്ത ഉടമ്പടി. പിന്നീട് നമ്മൾ കാണുന്നു എ ഹോളി ട്രൈബ്, അത് വിശുദ്ധമായൊരു ഗോത്രം, അത് അബ്രഹാമിൻ്റെ ഗോത്രമാണ്. അങ്ങനെ ആ അബ്രഹാമിൻ്റെ ട്രൈബിനോട് ദൈവം ചെയ്യുന്ന ഉടമ്പടി. ഇങ്ങനെ 3 ഉടമ്പടികളാണ് കഴിഞ്ഞ 2 ടൈം പീരീഡിലായി നമ്മൾ കണ്ടത്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടത് ഈ 3 ഉടമ്പടികളാണ്. ഇനി ഈ പ്രമേയം മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവം തൻ്റെ ജനവുമായി ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഈ ചരിത്രം, ഈ സംഭവം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ഇനി ഈ ഭാഗത്ത് കാണാൻ പോകുന്ന 4ാമത്തെ ഉടമ്പടിയാണ് സീനായി ഉടമ്പടി, മോശയിലൂടെ ദൈവം നിർവഹിച്ച ഉടമ്പടി. അപ്പോൾ 2 പേരിൽ ആരംഭിച്ച് 8 പേര് നോഹയുടെ കുടുംബത്തിലൂടെ തുടർന്ന് ഏതാണ്ട് 500-600 പേരോളം വരുന്ന അബ്രഹാമിൻ്റെ ഗോത്രത്തോട് തുടർന്ന് ഇനി ഈ ഉടമ്പടി ബന്ധം ദൈവം ഒരു ജനതയോട്, ഇസ്രായേൽ എന്ന യാക്കോബിൻ്റെ 12 മക്കൾ അടങ്ങുന്ന 12 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ എന്ന ഒരു ജനതയോട്, ഒരു നേഷനോട് ദൈവം ചെയ്യുന്ന ഉടമ്പടിയിലേക്ക് ഈ ബൈബിൾ ഇതിവൃത്തം, ബൈബിൾ സംഭവം എക്സ്പാൻഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തുടർച്ച. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈൻ ഈ ഉടമ്പടിയുടെ എക്സ്പാൻഷനാണ്. ദൈവം യാക്കോബിൻ്റെ 12 മക്കൾ ഉൾപ്പെടുന്ന ആ വലിയ ജനതയുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഈ കണക്ഷൻ ബൈബിൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒരു പ്രത്യേക പദം ഉപയോഗിച്ചിട്ടാണ്. അതായത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭ അധ്യായങ്ങളിൽ ഇത് കാണും. അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ദൈവം ഓർത്തു. അങ്ങനെയാണ്. അതായത് ഇത് പുറപ്പാട് പുസ്തകം വേറൊരു 2ാമത്തെ ഡിഫറൻ്റായ ഒരു ബുക്ക് അല്ല എന്ന് ബൈബിൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പിച്ചു തരുന്നത്, അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടികളുടെ, അല്ലെങ്കിൽ അവരോട് ദൈവം ചെയ്ത ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ തുടർച്ചയാണ് ഈ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ സ്റ്റോറി ലൈൻ അങ്ങനെയാണ് പ്രധാനമായും ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അച്ഛാ, എത്ര ചർച്ച ചെയ്താലും മതിയാവാത്ത ഒരു വിഷയമാണ് ദൈവിക ഉടമ്പടി ബന്ധം. അതെ. എന്തുകൊണ്ടാണ് അച്ഛാ നമ്മുടെ ദൈവം ആവർത്തിച്ച്
മനുഷ്യരുമായി ഉടമ്പടി ചെയ്യാൻ ശ്രമിക്കുന്നത്? ബൈബിൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന തെറ്റായ ബോധ്യങ്ങളെ നീക്കിക്കളഞ്ഞുകൊണ്ടാണ് നമ്മുടെ വചനവായന മുന്നോട്ട് പോകുന്നത്. അതായത് മറ്റ് പല മതങ്ങളിലും ദൈവം മനുഷ്യനെ കാണുന്നത് ദൈവം മാസ്റ്ററും ദൈവം യജമാനനും മനുഷ്യൻ അടിമയും മനുഷ്യൻ സെർവൻറ്റും അല്ലെങ്കിൽ സ്ലേവും. എന്നാൽ അങ്ങനെയുള്ള ആ ധാരണകളെ എല്ലാം തിരുത്തിക്കൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തോട് ചെയ്ത ആദ്യത്തെ ഉടമ്പടിയിൽ നിന്നെ ഞാൻ എൻ്റെ ഛായയിന് സാദൃശ്യത്തിന് സൃഷ്ടിക്കും എന്ന് പറഞ്ഞ ആ വാചകം മുതൽ നമ്മൾ ബൈബിൾ വായനയിൽ പരിചയപ്പെടുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ളത് ഒരു കുടുംബ ബന്ധമാണ്, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. ഉടമ്പടി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ ചിന്തയാണ്. അതായത് ദൈവം നമ്മെ കാണുന്നത് അന്യരായിട്ടല്ല, തൻ്റെ മക്കളായിട്ടാണ്. ആ മക്കളായിട്ട് നമ്മെ കാണുന്ന ദൈവത്തിന് ആ ബന്ധം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം നടത്തിയ പരിശ്രമങ്ങളുടെ പേരാണ് ഉടമ്പടികൾ. അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് അല്ല ഇത്, മറിച്ച് നമ്മളെ ദൈവം കാണുന്നത് മക്കളായിട്ടാണ് എന്നത് നമ്മൾ മറന്നുപോകാതിരിക്കാൻ ദൈവം ഏർപ്പെടുന്ന അറ്റംപ്റ്റുകളാണ് കവനൻസ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കാണുന്നത് ആദ്യം ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകളോട് ചെയ്ത ഉടമ്പടിയിൽ നിന്ന് ഇപ്പോൾ ദൈവം ഈ ജനതയെ മുഴുവൻ തൻ്റെ സ്വന്തം ജനമായി, അത് നമ്മൾ സീനായി ഉടമ്പടിയിൽ എത്തുമ്പോഴേക്കും അത് മനസ്സിലാക്കും. നിങ്ങൾ എല്ലാ ജനതകളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉടമ്പടിയുടെ വാക്കുകളിൽ ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം ഉടമ്പടിയെ സംബന്ധിച്ച് നമ്മൾ എന്തിന് ദൈവം നമ്മളോട് കവനൻ്റിൽ ഏർപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, മക്കളായ നമ്മളെ ദൈവത്തിന് തള്ളിക്കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് നിരന്തരമായി നമ്മളുമായി ഒരു കുടുംബ ബന്ധത്തിൽ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മളത് മറന്നുപോകാതിരിക്കാൻ ദൈവം നടത്തുന്ന പരിശ്രമങ്ങളാണ് ബൈബിളിലെ 6 ഉടമ്പടികളും. ഇനി നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിലെ സീനായി ഉടമ്പടിയെ കാണുമ്പോൾ ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് കാണാനുണ്ട്. അതായത് 2 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒന്ന് ഫ്രീഡം ഫ്രം, 2 ഫ്രീഡം ഫോർ. എപ്പോഴും നമ്മൾ എന്തിൽ നിന്നോ ഉള്ള ഒരു സ്വാതന്ത്ര്യം, നമുക്ക് ഫ്രീഡം ഫ്രം സംതിങ്, ഇതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ സാധാരണ മനുഷ്യർ ചിന്തിക്കാറുള്ളൂ. ഗോഡ് ഈസ് ഫ്രീയിങ് അസ് ഫോർ വാട്ട് എന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ പുറപ്പാട് പുസ്തകം ചോദിക്കുന്ന അതിൻ്റെ പ്രധാന പ്രമേയം. ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുന്നതല്ല, ഈജിപ്തിൽ നിന്ന് എന്തിനു മോചിപ്പിക്കുന്നു എന്നതാണ് ഈ പുറപ്പാട് പുസ്തകം ചർച്ച ചെയ്യുന്ന പ്രമേയം. അതിൻ്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ഈ ഉടമ്പടി. അതായത് നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാകേണ്ടതിനും എന്നെ ആരാധിക്കുന്നതിനും അങ്ങനെ നിങ്ങൾ വിശ്രമത്തിൻ്റെ സ്ഥലമായ വാഗ്ദത്ത ദേശം പ്രോമിസ്ഡ് ലാൻഡിലേക്ക് കയറുന്നതിനുമാണ് നിങ്ങളെ ഞാൻ വിമോചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഈ പുസ്തകത്തിൽ ദൈവം എടുക്കുന്ന ഒരു സ്ട്രഗിൾ നമുക്ക് കാണാൻ പറ്റും. ആ സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ, ജനത്തെ ഇത് ബോധ്യപ്പെടുത്താൻ നിങ്ങളെ ഞാൻ മോചിപ്പിക്കുന്നത് ഫ്രീഡം ഫോർ വാട്ട്, അത് ടു മേക്ക് യു എ സെപ്പറേറ്റ് നേഷൻ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു മീ, കംപ്ലീറ്റ്ലി മൈ ഓൺ പൊസഷൻ. ദൈവത്തിൻ്റെ സ്വന്തം ജനമാകാൻ വേണ്ടിയാണ് ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പബ്ലിക് പ്രൊക്ലമേഷനായിരുന്നു സീനായി ഉടമ്പടി. സീനായി ഉടമ്പടിയിലൂടെ ദൈവം പറയുന്നത്, നിങ്ങൾ യു ആർ എ ഹോളി നേഷൻ, നിങ്ങളൊരു വിശുദ്ധ ജനമാണ്, നിങ്ങൾ രാജകീയ പുരോഗത ഗണമാണ്, നിങ്ങൾ പ്രീസ്ലി നേഷനാണ്, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്, യു ആർ മൈ ഓൺ പീപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ആണ് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചത്. അപ്പോൾ ഫ്രീഡം ഫ്രം ഈജിപ്റ്റ്, ഫ്രീഡം ഫോർ ബിക്കമിങ് ഗോഡ്സ് ഓൺ. അപ്പോൾ ഈ ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഉടമ്പടിയിലൂടെ നമ്മൾ കാണേണ്ടത്. അല്ലാതെ നമ്മൾ ഉടമ്പടി നമുക്കൊരു ബേർഡൻ അല്ല. ഉടമ്പടി നമുക്ക് വേണ്ടി ദൈവം നമ്മോട് കാണിക്കുന്ന കരുണയുടെ ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ഈ ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഇതിനോട് ചേർത്ത് പറയാം. അതിനകത്ത് ദൈവത്തിൻ്റെ സ്വന്തം ജനം ആകേണ്ടതിന്, നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നതിന് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു 3 കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഒന്നാമത്തേത് ടാബർനക്കിൾ, സമാഗമ കൂടാരം. ആ സമാഗമ കൂടാരത്തിൽ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ കൂടെ ദൈവം വസിക്കുന്നു. ഇപ്പോൾ സീനായി മലയിൽ വെച്ചാണല്ലോ ദൈവം ഇറങ്ങി വരുന്നതും അവർ ദൈവത്തെ കാണുന്നതും. സീനായി മലയിൽ നിന്ന് അവർ പോയി കഴിയുമ്പോഴും കർത്താവിൻ്റെ പ്രസൻസ് അവരുടെ കൂടെ സഞ്ചരിക്കുന്നതിന് സഞ്ചരിക്കുന്ന സീനായി മല ദൈവം ഉണ്ടാക്കി. ആ സഞ്ചരിക്കുന്ന സീനായി മലയാണ്, അതായത് ട്രാവൽ ചെയ്യുന്ന സീനായി മൗണ്ടനാണ് ടാബർനക്കിൾ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് എപ്പോഴും അവരുടെ കൂടെ. രണ്ടാമത്തേത്, ഇവർ ആരാധനാജനമാണ്. കാരണം ദൈവത്തെ ആരാധിക്കുന്ന വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയാണ് എന്ന് അവരെ നിരന്തരം ഓർമ്മപ്പെടുത്താനും ആരാധന നടക്കാനുമായിട്ട് പിന്നീട് ദൈവം ചെയ്യുന്നത് അവർക്ക് പ്രീസ്റ്റ്ഹുഡ് ഉണ്ടാക്കുന്നു, ലേവ്യരെ പ്രീസ്റ്റ്ലി ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറ്റുന്നു. മൂന്നാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് തൻ്റെ സ്വന്തം ജനമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് മറ്റ് ജനതകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ
നിയമങ്ങൾ ദൈവം ഇവർക്ക് നൽകുന്നു. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് അല്പം കൂടി വിശദീകരിക്കാം. അപ്പോൾ ഇങ്ങനെ കവനൻ്റ് എന്ന് പറയുന്നത് ദൈവം തൻ്റെ സ്വന്തം ജനമാണ് നമ്മളെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ദൈവം യഥാർത്ഥത്തിൽ ഉടമ്പടികളിൽ ഏർപ്പെട്ടത്. അച്ഛാ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അച്ഛൻ, നമ്മൾ ഇതിനു മുമ്പത്തെ ചർച്ചകളിലൊക്കെ അച്ഛൻ പറഞ്ഞൊരു വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പം അന്നത്തെ ആ പശ്ചാത്തലം കൂടി നമ്മുടെ മനസ്സിൽ വേണം എന്നുള്ളത്. അതെ. അപ്പോൾ നമ്മൾ ഈ പുറപ്പാട് പുസ്തകം വായിക്കുമ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്? അതിനെക്കുറിച്ച് അച്ഛനൊന്ന് വിശദീകരിക്കാമോ? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. അതായത് ഈ 400 വർഷം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാലയളവല്ല. ഇപ്പം നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു 15 കൊല്ലം മുമ്പുള്ള കേരളമല്ല ഇപ്പോഴത്തെ കേരളം. അതെ. അപ്പോൾ ഒരു 10 കൊല്ലം കൊണ്ട് 15 വർഷം കൊണ്ട് ഒരു സമൂഹത്തിനുണ്ടാവുന്ന മാറ്റം പോലും നമുക്ക് പെർസീവബിൾ ആയ ഒരു ചേഞ്ച് അല്ലത്. അത്രയ്ക്ക് വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു 400 വർഷം ഈ യഹോവയായ ദൈവം എന്ന പേര് ഉച്ചരിക്കപ്പെടാതെ, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ അറിയാതെ ഒരു വളർന്നു വരുന്ന അടുത്ത തലമുറകൾ അവർ യഥാർത്ഥത്തിൽ പൂർണ്ണമായും ദൈവത്തെ മറന്നു കഴിഞ്ഞു. ദൈവത്തെ എന്ന് ഞാൻ പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തെ, അബ്രഹാമിൻ്റെ ദൈവത്തെ മറന്നു കഴിഞ്ഞു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ജോസഫിനെ അറിയാത്ത ഫറവോ വന്നു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് ജോസഫിനെ അറിയാത്ത ഫറവോ വന്നതിൻ്റെ കാരണം ദൈവത്തെ അറിയാത്തൊരു ജനത ഉയർന്നു വന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ പെർസിക്യൂഷൻ നടന്നത്? എന്തുകൊണ്ടാണ് ഈ 400 വർഷം അവർ പീഡിപ്പിക്കപ്പെട്ടത്? ബൈബിളിലെ ഒരു കാരണവും അതിന് പറയുന്നില്ല. ഞാൻ വായിച്ച് മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ ഹൃദയം കണ്ടെത്തുന്ന ഉത്തരം, ഈ അടിമത്തം വന്നത് ജോസഫിനെ അറിയാത്ത ഫറവോ വന്നതുകൊണ്ടാണ്. ജോസഫിനെ അറിയാത്ത ഫറവോ വന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തെ അറിയാത്തൊരു ജനത അവിടെ വന്നതുകൊണ്ടാണ്. ഇസ്രായേലിൻ്റെ അടുത്ത തലമുറകൾ ഈ 400 വർഷം കൊണ്ട് കംപ്ലീറ്റ്ലി ഈജിപ്ഷ്യൻ ജനതയായി ഐഡൻറ്റിഫൈഡ് ആയിപ്പോയി. അവർ തങ്ങളുടെ ഐഡൻറ്റിറ്റി മറന്നുപോയി. അവർ തങ്ങളുടെ ദൈവത്തെ മറന്നുപോയി. അവർ കംപ്ലീറ്റ് ആയിട്ട് അവർ ഡ്രസ്സ് ചെയ്യുന്നത് ഈജിപ്തുകാരെ പോലെ, അവർ ഭക്ഷണം കഴിക്കുന്നത് ഈജിപ്തുകാരെ പോലെ, അവർ ആരാധിക്കുന്നത് ഈജിപ്തിലെ ദേവന്മാരെ. അവർക്ക് യഹോവയായ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അവർ ചോദിക്കുന്നില്ലേ മോശയോട്, ഏത് ദൈവമാണ് നിങ്ങളെ അയച്ചത് ഇങ്ങോട്ടെന്ന്? അപ്പോൾ അവർ അബ്രഹാമിനോട് ഇസഹാക്കിനോട് യാക്കോബിനോടും ദൈവം ചെയ്ത ആ ഉടമ്പടികളും ബന്ധവും എല്ലാം മറന്നുപോയ ഒരു ജനത. അപ്പം ഇനി ഈ പുറപ്പാടെന്ന് നമ്മൾ പറയുമ്പോൾ ഈ ജനതയെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുക, ആ എക്സോഡസ് മാത്രമല്ല നമ്മൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. മറിച്ച് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിള് ഈജിപ്തിൽ നിന്ന് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നതിനേക്കാൾ ഇവരിൽ നിന്ന് ഈജിപ്തിനെ പുറത്താക്കുകയാണ്. സോ ഗോഡ്സ് ഗ്രേറ്റസ്റ്റ് സ്ട്രഗിൾ ഈസ് ഗെറ്റിംഗ് ഈജിപ്റ്റ് ഔട്ട് ഓഫ് ദം, നോട്ട് ടേക്കിംഗ് ദം ഔട്ട് ഓഫ് ഈജിപ്റ്റ്. ജിയോഗ്രഫിക്കലി ഇവരെ ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ സ്പിരിച്വലി സ്പീക്കിംഗ് ദൈവം ചെയ്യുന്നത് എന്താണ്? ഇവരുടെ ഉള്ളിൽ നിന്ന് ഈജിപ്തിനെ പുറത്താക്കാനുള്ള പരിശ്രമങ്ങളാണ്. ഇപ്പം നമ്മൾ ഈ 10 അത്ഭുതങ്ങൾ മോശ വഴി ദൈവം പ്രവർത്തിക്കുന്ന കാണുന്നുണ്ട്. ഈ 10 അത്ഭുതങ്ങളെക്കുറിച്ചും ബൈബിളിൽ വചനങ്ങളുണ്ട്. അതായത് ഈജിപ്തിലെ ദേവന്മാർക്കെതിരെ ദൈവം നടത്തിയ ശിക്ഷാവിധികളായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ ദേവന്മാർ യഥാർത്ഥ ദൈവം അല്ലെന്നും അവർക്ക് ശക്തിയില്ലെന്നും ഈജിപ്തിലെ ആചാരങ്ങൾ ദുരാചാരങ്ങളാണെന്നുമെല്ലാം ദൈവം പ്രൂവ് ചെയ്ത് ഈജിപ്തിനെ അവരിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ യാത്ര വളരെ വേദനാജനകമായ പെയിൻഫുള്ളായ ഒരു യാത്രയായിരുന്നു ഇത്. ആ പുറപ്പാടെന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഇറ്റ്സ് നോട്ട് എ ജിയോഗ്രഫിക്കൽ എക്സോഡസ് എലോൺ, ഇറ്റ് ഈസ് എ സ്പിരിച്വൽ എക്സോഡസ്. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് കമ്മിങ് ഔട്ട് ഓഫ് ഈജിപ്റ്റ് ഓൺലി, ബട്ട് ഗോഡ് ഈസ് ട്രൈങ് ടു ഗെറ്റ് ഈജിപ്റ്റ് ഔട്ട് ഓഫ് ദം. അച്ഛൻ, നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അച്ഛൻ, നമ്മൾ ഈ കാലഘട്ടത്തിൽ പുറപ്പാട് പുസ്തകത്തോടൊപ്പം ലേവ്യരുടെ പുസ്തകം കൂടി നമ്മൾ വായിക്കുന്നുണ്ട്. അതെ. എന്തുകൊണ്ടാണ് അച്ഛാ ഈ 2 ഗ്രന്ഥങ്ങളെയും ഒരുമിച്ച് ചേർത്ത് വായിക്കുന്നത്? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് നമ്മൾ സാധാരണ വചന വായനയ്ക്കിടയിൽ നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോ സൂചിപ്പിച്ചതുപോലെ ലേവ്യരുടെ പുസ്തകം എത്തുമ്പോൾ നമ്മൾ ബൈബിൾ വായന അവസാനിപ്പിക്കുകയാണ് പതിവ്. കാരണം ഇത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങളാണ് അതിനകത്ത് കിടക്കുന്നതെന്ന് തോന്നും. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയേണ്ടത്, എല്ലാ ജൂയിഷ് ബൈബിൾ സ്റ്റുഡൻസും ജൂയിഷ് സ്ക്രിപ്ചർ പഠിച്ചിരുന്ന, യഹൂദന്മാരുടെ തിരുവെഴുത്ത് പഠിച്ചിരുന്ന എല്ലാ കുട്ടികളും ആദ്യം പഠിച്ചു തുടങ്ങിയിരുന്നത് ലെവിറ്റിക്കസ് ആയിരുന്നു. ലേവ്യരുടെ പുസ്തകമായിരുന്നു അവരുടെ ആദ്യത്തെ ബുക്ക്. അതിനൊരു കാരണമുണ്ട്. അത് ഹോളിനെസ്സിനെ കുറിച്ചുള്ള, വിശുദ്ധിയെക്കുറിച്ചുള്ള പുസ്തകമാണ്. 6 പ്രാവശ്യമാണ് ലെവിറ്റിക്കസിൽ നിങ്ങൾ വിശുദ്ധരാവണം, ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിശുദ്ധരായിരിക്കണം എന്ന് പറയുന്നത്. എന്താണ് ലേവ്യരുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം? നമ്മൾ പുറപ്പാട് 32 ജനം കാളക്കുട്ടിയെ ആരാധിക്കുന്നതായിട്ട് കാണുന്നു. കാളക്കുട്ടിയെ ആരാധിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് തീർന്നു തുടങ്ങിയാൽ
ഈജിപ്തിനെ അവരിൽ നിന്ന് പുറത്താക്കുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ സീനായി ഉടമ്പടി ചെയ്ത് ഉടനെ തന്നെ മോശ ഇറങ്ങി വരാൻ താമസിച്ചു എന്ന് കണ്ടപ്പോൾ ജനം കാളക്കുട്ടിയെ ആരാധിച്ചു. കാളക്കുട്ടി ആരാധിച്ചിരുന്നത് ആരാണ്? ഈജിപ്തുകാരാണ്. അതായത് ജനം സീനായി മലയുടെ അടിവാരത്തിൽ ഉടമ്പടി ചെയ്ത ഉടനെ പോലും ഈജിപ്തിലേക്ക് തങ്ങളുടെ ഹൃദയം കൊണ്ട് ആ ദേവന്മാരെ ആരാധിക്കാൻ മടങ്ങിപ്പോകുന്നു. അപ്പോൾ ആ കാളക്കുട്ടിയെ ആരാധിച്ചതിന് ശേഷം ഏതാണ്ട് 1 വർഷത്തോളം അവർ സീനായി മലയിൽ താമസിച്ചിട്ടാണ് പിന്നെ യാത്ര തുടരുന്നത്. ഈ 1 വർഷം എന്തിനവരെ താമസിപ്പിച്ചു? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സമാഗമ കൂടാരത്തിൻ്റെ നിർമ്മാണം. രണ്ടാമത്തേത്, ദൈവം കാളക്കുട്ടിയെ ആരാധിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം 10 കൽപ്പനകളും വളരെ കുറച്ച് നിയമങ്ങളും മാത്രമേ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കാളക്കുട്ടി ആരാധിച്ചതിന് ശേഷമാണ് നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിൽ കാണുന്ന എല്ലാ നിയമങ്ങളും നൽകപ്പെടുന്നത്. അതായത് ഇവർ ഒരു തരത്തിലും ഇനി വിജാതീയരുമായി ഐഡൻറ്റിഫൈഡ് ആവരുത് എന്ന നിർബന്ധം ദൈവം പുലർത്തിക്കൊണ്ട് അവരുടെ ആരാധന, അവരുടെ ജീവിത രീതി, അവരെങ്ങനെ പാത്രങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം, അവരുടെ സോഷ്യൽ ലൈഫ്, അവരുടെ മോറൽ ലൈഫ്, എല്ലാ കാര്യത്തെക്കുറിച്ച് നിയമങ്ങൾ നൽകിക്കൊണ്ട് ദൈവം അവരെ ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല. നമ്മൾ ഈ ലേവ്യരുടെ പുസ്തകത്തിലെ ഓരോ നിയമവും വായിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ദൈവം അവരെ ഒരു ഹോളി നേഷനായിട്ട് മാറ്റുകയാണ്. ഹോളി എന്ന് പറയുമ്പോൾ വിശുദ്ധി എന്ന് മാത്രമല്ല, കോൺസെക്രേറ്റഡ്, സെപ്പറേറ്റഡ് എന്ന അർത്ഥം കൂടിയുണ്ട്. അതായത് യു ആർ എ സെപ്പറേറ്റഡ് നേഷൻ, നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. അപ്പോൾ ഇത് ബോധ്യപ്പെടുത്താനായി ദൈവം നൽകുന്ന നിയമങ്ങളാണ്. അപ്പോൾ ലേവ്യരുടെ പുസ്തകം യഥാർത്ഥത്തിൽ ആ പുസ്തകം ചർച്ച ചെയ്യുന്നത് കാളക്കുട്ടിയെ ആരാധിച്ചതിന് ശേഷം സീനായ് മലയിൽ നിന്നുള്ള യാത്ര തുടരുന്നതിന് മുമ്പുള്ള 1 വർഷം ദൈവം നൽകിയ നിർദ്ദേശങ്ങളാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തോട് ചേർത്ത് ലേവ്യരുടെ പുസ്തകം വായിക്കുന്നത്. അതായത് പരിശുദ്ധനായൊരു ദൈവം അശുദ്ധരായ മനുഷ്യരുടെ മധ്യേ ജീവിക്കുമ്പോൾ അതിന് ദൈവം കണ്ടെത്തുന്ന സൊല്യൂഷനാണ് ഹൗ ക്യാൻ എ ഹോളി ഗോഡ് ലിവ് വിത്ത് അൺഹോളി പീപ്പിൾ. സോ ഈ നിയമങ്ങളെല്ലാം നൽകുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. ദൈവം പരിശുദ്ധനാണ്, ആ ദൈവം നിങ്ങളിലൂടെ ജീവിക്കുന്നുണ്ട്. സോ യു ഹാവ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ അബൌട്ട് ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ്. അപ്പോൾ അതാണ് ഈ ലേവ്യരുടെ പുസ്തകത്തിലെ ഡീറ്റെയിൽ ആയ നിയമങ്ങളെല്ലാം തന്നെ നമുക്കിത് കൂടുതൽ ആ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും അച്ഛ ഇന്നത്തെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ വളരെ നന്നായി എല്ലാം ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്ന് ഞങ്ങളെ ഈജിപ്തും പുറപ്പാടും എന്ന കാലഘട്ടം വായിക്കാൻ അച്ഛൻ ഞങ്ങളെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ അച്ഛാ, നമ്മുടെ വായന തുടരാൻ ഇത് തീർച്ചയായും എല്ലാവരും സഹായിക്കും. താങ്ക് യു സോ മച്ച് അച്ഛ. എല്ലാ പ്രേക്ഷകരുടെ നാമത്തിലും നന്ദി അറിയിക്കുന്നു. God bless you, അച്ഛാ. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നന്നായിട്ടെല്ലാം പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ പാർട്ടിസിപ്പേഷന് പ്രത്യേകം നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചന വായനാ പദ്ധതി തുടരുമ്പോൾ അടുത്തൊരു ടൈം പീരീഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഈ വായന പാതി വഴിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തുടരാൻ മടിക്കരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഈ വചന വായനാ പദ്ധതിയിൽ പറയുന്നത് ജനുവരി 1, ജനുവരി 2, ജനുവരി 3, ജനുവരി 10 എന്നല്ല, ദിവസം 1, ദിവസം 2, ദിവസം 3 എന്നാണ്. അതായത് നിങ്ങൾക്ക് ജനുവരി 5 മുതൽ 10 വരെ ഈ വചന വായനയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ 5 ദിവസം ഞാൻ വചന വായന മുടങ്ങി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് അത് സാധിക്കുന്ന അടുത്ത ദിവസം നിങ്ങളുടെ ദിവസം 1, ദിവസം 2, ദിവസം 3 എന്ന ക്രമത്തിൽ നിങ്ങൾ ആ വായന തുടരുക. ഡിസംബർ 31, 2025 ഈ വചന വായനാ പദ്ധതി പൂർത്തിയാക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്കത് ചിലപ്പോൾ 2026 ഫെബ്രുവരി, മാർച്ചിൽ നിങ്ങൾ തീർത്താലും കുഴപ്പമില്ല. നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ വിജയികളാകണം എന്നല്ല എന്ന് മദർ തെരേസ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. ഗോഡ് വാണ്ട്സ് us to be faithful, not successful. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വചനവായന പദ്ധതി മുടങ്ങിപ്പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 27ാമത്തെ ദിവസത്തിലെ വചനവായനയുമായി നിങ്ങളുടെ പക്കലേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ഉദ്യമങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരെ വചനവായന പദ്ധതിയിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പീസ്.